ആർഷോ, എന്തായാലും ഈ കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നീറ്റ് പരീക്ഷ മാത്രമല്ല, ഇപ്പോൾ UGCയുടെ നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്കയുള്ളതുപോലെയുണ്ട് അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ. ഇന്ന് കേന്ദ്രമന്ത്രിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. എന്താണ് ഇക്കാര്യത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിനോട് പറയുന്നത്? രാജ്യം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പും കൊള്ളയുമാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നിലവിലിപ്പോൾ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, നീറ്റ് പരീക്ഷ തട്ടിപ്പിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ തട്ടിപ്പ് പുറത്തേക്ക് വരികയും നെറ്റ് പരീക്ഷ തന്നെ റദ്ദാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. പറയാം, ഈ ദിവസങ്ങളിൽ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ടെലഗ്രാം വഴിയായിരുന്നു ഈ പറഞ്ഞ പോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. 3000 രൂപയ്ക്കും 6000 രൂപയ്ക്കും ടെലഗ്രാമിലൂടെ നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പരീക്ഷാർത്ഥികൾക്ക് ലഭ്യമാകുന്ന നിലയിലേക്കുള്ള തട്ടിപ്പ് നമ്മൾ കണ്ടു. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിലയിൽ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പന്താടിക്കൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നെറ്റ് പരീക്ഷ ഈ പറഞ്ഞോളം റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടൽ ഉണ്ടായ ഘട്ടത്തിൽ 1500ഓളം വരുന്ന നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മാത്രം പുനഃപരീക്ഷ എന്നുള്ള നിലയിലേക്ക് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതല്ലാതെ ആ പരീക്ഷ എഴുതിയിട്ടുള്ള 24 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലും മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ, വലിയ എതിർപ്പ് ഈ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ള അഭിപ്രായം രാജ്യത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മുഖവരക്കെടുക്കാൻ തയ്യാറാകാതെ അതിനോട് മൗനം പാലിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സമരങ്ങളാണ് ഈ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ തെരുവുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും രാജ്യത്ത് നേതൃത്വം കൊടുക്കും. ഈ സമരം നീതി ലഭ്യമാക്കുന്ന ഘട്ടത്തിലല്ലാതെ ഇന്ത്യൻ വിദ്യാർത്ഥിത്വം അവസാനിപ്പിക്കുന്ന നിലയുണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആർഷോ, ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഒപ്പം NTA പിരിച്ചുവിടുക, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടിയോ പ്രതികരണമോ വന്നതായി കാണാൻ സാധിക്കില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. നീറ്റ് പരീക്ഷ റദ്ദാക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യങ്ങളായി വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ ഉടനടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് SFI കാണുന്നുണ്ടോ? അല്ല, ഇതിൽ ശക്തമായിട്ടുള്ള അന്വേഷണവും ഇതിൻ്റെ ഉത്തരവാദികൾക്കെതിരായിട്ടുള്ള അതികർശനമായിട്ടുള്ള നടപടിയും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഈ വിഷയത്തിനകത്ത് നടക്കണം എന്നുള്ളതാണ്. ഇനി ഈ നീറ്റിലേക്ക് മാറുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വലിയ വിമർശനങ്ങളും വിയോജിപ്പും ഉണ്ട് രാജ്യത്ത്. ഈ ഏകീകൃത പരീക്ഷയിലേക്ക് കടക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ആവശ്യം അതിശക്തമായി ഉന്നയിച്ചിട്ടുള്ള സംഘടനയാണ് ആദ്യഘട്ടം മുതലേ SFI എന്നുള്ളത്. ഇപ്പോൾ നേരെ മറിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിലുള്ളതുപോലെ തന്നെ സംസ്ഥാനാടിസ്ഥാനത്തിലാണ് ഇത് നടന്നിരുന്നത്. സംസ്ഥാനാടിസ്ഥാനത്തിലായിരുന്നു പ്രവേശന പരീക്ഷ എങ്കിൽ ഈ നിലക്കുള്ള ക്രമക്കേടിൻ്റെ സാധ്യതകളില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പുനഃപരീക്ഷ എന്നുള്ളത് എളുപ്പത്തിലുള്ള ഒരു കാര്യമാവും. ഇതിപ്പോൾ 10-24 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് എല്ലാ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ പൊളിക്കുന്ന നിലയിലേക്കുള്ള തുടർച്ചയായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നീറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സ്വാഭാവികമായും സംസ്ഥാന അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ എത്ര സുഗമമായിട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ പ്രവേശന പരീക്ഷകൾ നടന്നിരുന്നത്. ആ നിലയിൽ സംസ്ഥാനങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് പ്രവേശന പരീക്ഷയുടെ രീതി മാറണം എന്നുള്ള ആവശ്യം ഞങ്ങൾ മുൻകാലങ്ങളിൽ ഉയർത്തിയത് ഈ ഘട്ടത്തിലും കൂടുതൽ പ്രസക്തമാവുകയാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആ മുദ്രാവാക്യം കൂടുതൽ ശക്തമായി തന്നെ രാജ്യത്തിൻ്റെ മുൻപിലേക്ക് വെക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ രാജിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ ഇത് ഒതുങ്ങില്ല എന്നുള്ളതാണ്. കാരണം
ഈ വിദ്യാർത്ഥികളിനി എന്തു ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത്രയും വലിയ നീതി നിഷേധം ഉണ്ടായിട്ട് അവരിനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ ഈ ഘട്ടം വരെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അവർ തയ്യാറായിട്ടില്ല. ആകെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജുഡീഷ്യറിയെ മാത്രം വിശ്വസിച്ച് ജുഡീഷ്യറിയിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം. സ്വാഭാവികമായും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു ഈ ഘട്ടത്തിൽ.